ഹായ് ഗൈസ്, ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന മാർക്കോ എന്ന സിനിമയാണ്. ആസ് അഡ്വർടൈസ്ഡ് ഏറ്റവും വയലൻറ്റ് സിനിമയാണ് മലയാളം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള സിനിമയാണ് മാർക്കോ എന്ന മൂവി. മാർക്കോ ക്യാരക്ടർ പ്ലേ ചെയ്ത ഉണ്ണിമുഖൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഷോസ് ഇൻ ദിസ് മൂവി ഹൗ ഹാർഡ് ഹി ഹാസ് വർക്ക് ഇൻ ദിസ് മൂവി. ഈ മൂവി സ്ട്രിക്ട്ലി 18+ ആണ്. കുട്ടികളായിട്ടൊന്നും ഫാമിലിയായിട്ടൊന്നും ഒരിക്കലും പോകാൻ പറ്റാത്ത സിനിമയാണ് മാർക്കോ. വളരെ വയലൻ്റ് ആയിട്ടുള്ള കണ്ണ് മാറ്റുന്ന അത്രയും വയലൻസ് കാണിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന മൂവി. സോ ഫാമിലി ആയിട്ട് ഒരിക്കലും കുട്ടികളായിട്ട് ഒരിക്കലും പോകുന്നത് സ്ട്രിക്ട്ലി 18+ ആയിട്ടുള്ള തൊലിക്കെട്ട് ഉള്ള ആൾക്കാർ മാത്രമേ പോയി കാണാൻ പാടുള്ളൂ. ഒരു ലീനിയൻസി ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ വളരെ പച്ചയ്ക്കാണ് ഓരോരോ സീൻസ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വളരെ റോ ആയിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. സോ തൊലിക്കെട്ടുള്ളവർ മാത്രം പോയി ഇരുന്ന് കാണുക. പിന്നെ ടോണി ഐസക് എന്ന ക്യാരക്ടർ പ്ലേ ചെയ്ത നമ്മുടെ ജഗദീഷ് വളരെ പെർഫെക്റ്റായിട്ട് തൻ്റെ റോള് നിർവഹിച്ചിട്ടുണ്ട്. ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡ് എന്ന രീതിയിലാണ് ഈ സിനിമ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ണിമുഖത്തിനേക്കാളും കൂടുതൽ വയലൻസ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് സൈറസ് എന്ന ക്യാരക്ടറാണ്. കബീർ ദുഹാൻ സിംഗ് എന്ന നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ കബീർ ദുഹാൻ സിംഗ് ആണ് സൈറസ് എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. ഉണ്ണിമുഖത്തിനേക്കാളും എക്സ്ട്രീമായിട്ട് ചെയ്തിരിക്കുന്നത് സൈറസ് ആണ്. സിനിമ സ്റ്റോറി വൈസ് കുറച്ച് മോശമായി പോയതുപോലെ എനിക്ക് തോന്നി ഹോണസ്റ്റ്ലി. പക്ഷേ വയലൻസ് വൈസ് വളരെ കറക്റ്റായിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ വയലൻസ് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാ